എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഇതാ സെപ്റ്റംബർ എന്ന അനുഗ്രഹിക്കപ്പെട്ട മാസം അവസാനിക്കാൻ 1-2 ദിവസം മാത്രം ശേഷിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കൾക്ക് അറിയാം, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന്. അതാണ് ഒരിക്കൽ യോനാഥാൻ തൻ്റെ കൂടെയുള്ള ബാല്യക്കാരനോട് പറഞ്ഞ ഒരു വാക്കാണ്. അത് 1 ശമൂവേൽ 13-ാം അധ്യായത്തിലാണ്. അന്ന് ഇസ്രായേലിൽ 600ഓളം പട്ടാളക്കാരേ ഉള്ളൂ. അതിൻ്റെ ലീഡറായിരിക്കുന്ന ശൗൽ എന്ന ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ്. ശൗലിൻ്റെ മകനാണ് യോനാഥാൻ. ആ കാലത്ത് ഫെലിസ്ത്യർ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു. ഇവർക്ക് ആയുധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഫെലിസ്ത്യർ ചെയ്തത്, അന്ന് അവിടെ ഉണ്ടായിരുന്ന കൊല്ലന്മാരെയെല്ലാം ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി. ആയുധങ്ങൾ ഉണ്ടാക്കുന്നവനെ ശത്രു കൊണ്ടുപോയി. അതുകൊണ്ട് ഇവർക്ക് ഉള്ള ആയുധം മൂർച്ച കൂട്ടാനുള്ള അരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊല്ലൻ അവിടെ ഇല്ലാതെ പോയി. ഇന്നും പല സഭകളുടെ അവസ്ഥ ഇതാണ്. ഇന്നും പലരുടെ അവസ്ഥ ഇതാണ്. എന്താണ്? മറ്റുള്ള അനേക നല്ല ആയുധങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന കൊല്ലന്മാരില്ലാതെ പോകുന്നു. പിശാചിനറിയാം ആരെ ഇല്ലാതെയാക്കണമെന്ന്. അന്ന് ശൗൽ രാജാവിൻ്റെ കയ്യിലും യോനാഥാൻ്റെ കയ്യിലും മാത്രം കുന്തമുണ്ടായിരുന്നു. 600 പേരിൽ 2 പേർക്ക് കുന്തമുണ്ടായിരുന്നു. വേറെ ആർക്കും ഒരു കുന്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ശൗലും മറ്റുള്ള പട്ടാളക്കാരും അറിയാതെ യോനാഥാൻ തൻ്റെ കൂടെയുള്ള യൗവനക്കാരനായ ദാസനോട് പറഞ്ഞു, നമുക്ക് ആ ശത്രുക്കളുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര ചെയ്തു. ആ യാത്രയിൽ യോനാഥാൻ അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുന്ന കൂടെയുള്ളവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ ദൈവത്തിന് ഒരു പ്രയാസവുമില്ല. ദൈവത്തിന് അല്പവും അധികവും ഒരുപോലെയാണ്. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ദൈവത്തിന് അല്പം അധികവും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് പുരുഷാരത്തെ പന്തിയായി ഇരുത്തുവാൻ യേശു കർത്താവ് 5 അപ്പം 2 മീനും കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞത്, അല്പമേ മതി, അല്പം മതി. നിന്റെ പക്കൽ എന്തുണ്ട്? 1 ഭരണി എണ്ണ മതി. വീട്ടിൽ പോയി കതകടച്ച് നിന്റെ മക്കളുമായിട്ട് ദേശത്തുള്ള എല്ലാ പാത്രങ്ങളും കൊണ്ടുവന്ന് വെച്ച് നിന്റെ കയ്യിലുള്ള അല്പം എണ്ണ പകരുക. എന്നിട്ട് കടം വീട്ടിയിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഈ ക്ഷാമകാലത്ത് ജീവിക്കുക. എന്തൊരു ധൈര്യമാണ് ഏലീശ എന്ന പ്രവാചകനുള്ളത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ അല്പം മതി. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, അല്പം മതി, അല്പസമയം മതി, അല്പം നന്മ മതി, കയ്യിൽ അല്പം മതി. ഒരു പുതിയ ചുവട് വെക്കാൻ അല്പം കാര്യങ്ങൾ കൊണ്ട് തുടങ്ങുക. ഒരു ബിസിനസ് തുടങ്ങാൻ കയ്യിലുള്ളത് മതി. ഒരു കുടുംബജീവിതം തുടങ്ങാൻ ഉള്ള അറിവ് വെച്ചങ്ങോട്ട് ആരംഭിക്കുക. അയ്യോ, ഞാനെല്ലാം ഒന്ന് പഠിച്ചിട്ട് കല്യാണം കഴിക്കുക. എല്ലാം പഠിച്ചിട്ട് കല്യാണം നടക്കുന്ന കാര്യമല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് 30-ലധികം വർഷമായി, ഇപ്പോഴും പല കാര്യവും പഠിച്ചിട്ടില്ല. തുടങ്ങ്, ഉള്ളത് കൊണ്ട് തുടങ്ങ്. ഒരു സ്റ്റെപ്പ് വെക്ക്, ചെറുതായിട്ട് അങ്ങോട്ട് ആരംഭിക്കുക. അല്പകാര്യങ്ങളിലെ ആരംഭത്തെ ആര് തുച്ഛീകരിക്കും? അപ്പം ചെറിയ ഒരു തൂക്കുകൊട്ട കൊണ്ട് വലിയൊരു ആലയം പണിയാൻ സെരുബാബേൽ ഇറങ്ങിത്തിരിച്ചതാണ് സക്കറിയ പ്രവചനം 4-6 മുതൽ വായിക്കുമ്പോൾ കാണുന്നത്. എന്നാൽ ദൈവം അവൻ്റെ കയ്യിലുള്ളത് കണ്ട് സന്തോഷിച്ചു എന്നാണ്. സർവ്വഭൂമിയിൽ ഊടാടിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിച്ചത്. ഉള്ളത് മതി, തുടങ്ങ്. ഇത് കേൾക്കുന്ന പലരും ധൈര്യപ്പെടട്ടെ. ഈ വർഷത്തിൽ ഇനി 3 മാസം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ മാസം തീരുകയാണ്. അടുത്ത 90 ദിവസത്തേക്ക് 3 മാസത്തേക്ക് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് തുടങ്ങ്. ഡിസംബർ 31-നുള്ളിൽ നീ ചിലതൊക്കെ ചെയ്തിരിക്കും. അതിനുള്ള വിലമുടക്കൽ, ഹാർഡ് വർക്ക് എല്ലാം ആരംഭിക്കും. പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പദ്ധതിയിട്ട് ആരംഭിക്കുക. ഒരു പ്ലാൻ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ പരാജയപ്പെടാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. പ്ലാൻ ചെയ്യാതിരുന്നാൽ അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നന്നായി പ്ലാൻ ചെയ്യുക, മുന്നോട്ട് പോവുക, ലക്ഷ്യത്തിലേക്ക് നോക്കുക, മുന്നോട്ട് കുതിക്കുക, ഉള്ളത് കൊണ്ട് ആരംഭിക്കുക. ഈ വർഷം തീരുന്നതിനുള്ളിൽ വൻ കാര്യങ്ങൾ നടക്കും.
ഈ മാസം തീരുന്നതിനുള്ളിൽ പല പ്രാർത്ഥനയുടെയും മറുപടികൾ നിങ്ങൾ കാണും. ഉള്ള സമയം കൊണ്ട് സ്തോത്രം പറ, സ്തുതിക്ക്, ആരാധിക്ക്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഏകദേശം 9-ാം അധ്യായത്തിൻ്റെ 29 വരെ നമ്മൾ കടന്നു വന്നു. യവനക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു, തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. ശൗലിനെ കുറിച്ചാണ് വായിക്കുന്നത്. ശൗല് ദമസ്കോസിൽ വന്നത് യഹൂദന്മാരെ മിണ്ടാതെയാക്കാനല്ല, ക്രിസ്ത്യാനികളെ മിണ്ടാതെയാക്കാനാണ്. എന്നാൽ ദൈവം അവൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. ദൈവജനത്തെ ഇല്ലാതെയാക്കാൻ വന്നവൻ യഹൂദന്മാരുടെ സമ്പ്രദായങ്ങളെയും തെറ്റായ മര്യാദകളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുന്നത്. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. ശൗൽ എന്തിനാണ് ദമസ്കോസിലേക്ക് വന്നത്? ക്രിസ്തീയ മാർഗത്തിലുള്ള ആരെങ്കിലും കണ്ടാൽ അവരെ കൊല്ലാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, നമുക്കെതിരെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നവർ നാളെ നമുക്ക് അനുകൂലമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരുടെ മുൻനിരയിലെത്തും. ഇതാ ദമസ്കോസിനെ, അവിടുത്തെ ദൈവസഭയെ ഇല്ലാതെയാക്കാൻ വന്ന ഒരു വ്യക്തി ദമസ്കോസിലുള്ള സഭയെ വളർത്തുവാൻ ഒരു അത്ഭുത ഉപകരണമായി മാറി. ഇന്ന് നമുക്ക് വിരോധമായി നിൽക്കുന്ന, എതിരായി നിൽക്കുന്ന പലരും നമുക്ക് അനുഗ്രഹമായി മാറുന്ന ഒരു സീസൺ നമ്മൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് സദൃശവാക്യത്തിൽ പറയുന്ന വാക്യം പോലെ, ഒരുവന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെ പോലും അവനോട് ഇണക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ശലോമോൻ പറഞ്ഞതാണത്. നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദമെങ്കിൽ ദമസ്കോസിലുള്ള സഭയിലുള്ള അവരുടെ പ്രാർത്ഥനയും അവരുടെ ആരാധനയും അവർക്ക് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറും അത് ദൈവത്തിന് പ്രസാദമായി. അവരെപ്പോഴും ദൈവവുമായിട്ട് ബന്ധമാണ്. അതിൻ്റെ തെളിവാണ് അനന്യാസേ എന്ന് വിളിച്ചപ്പോൾ തന്നെ കർത്താവേ അടിയനിതാ. ഭയങ്കര ബന്ധമാണ്. എന്നെ വിളിച്ചോ, ആരാണ് എന്നൊന്നും ചോദിക്കുന്നില്ല. ബന്ധം, ദൈവിക ബന്ധമുള്ള വ്യക്തികൾക്ക്, ദൈവികമായ അനുഭവമുള്ള വ്യക്തികൾക്ക് വലിയ കാര്യങ്ങൾ കാണാൻ കഴിയും. അവർക്ക് വിരോധമായി വരുന്നതെല്ലാം അവർക്ക് അനുകൂലമായിട്ട് മാറും. ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബലമായി തീരട്ടെ. ഇന്ന് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നു എന്ന് പറയുന്നവരെ കണ്ട് പേടിക്കരുത്. നിങ്ങൾ സ്ഥിരതയോടെ ദൈവത്തോട് പറ്റിയിരുന്നാൽ മതി. അതാണ് 91 സങ്കീർത്തനം 14 പറയുന്നത്. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. കഷ്ടകാലത്ത് അവൻ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ദീർഘായുസ് കൊണ്ട് അവന് തൃപ്തി വരുത്തി. ഇതൊക്കെ ദമസ്കോസ് സഭയിൽ നടന്നു. കഷ്ടകാലത്ത് കർത്താവിനോട് പറ്റിയിരുന്നു, കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിച്ചു, അവരുടെ ആയുസ്സിനെ ദൈവം ദീർഘിപ്പിച്ചു കൊടുത്തു. അവരെ ഇല്ലാതെയാക്കാൻ വന്ന വ്യക്തി അവരെ വർദ്ധിക്കുവാനുള്ള ഒരു ഉപകരണമായി ദൈവസഭ, ദമസ്കോസിലുള്ള ദൈവസഭയ്ക്ക് ഒരു വർധനവുണ്ടാക്കുന്ന ഒരു ഉപകരണമായി മാറി. സഭയെ ഇല്ലാതെയാക്കാൻ വന്നവൻ സഭയെ വളർത്തുന്നവനായി മാറി. അതാണ് ഈ 9-ാം അധ്യായത്തിൽ കാണുന്നത്. ഇത് ചെയ്യാൻ കർത്താവിന് കഴിയുമോ? കർത്താവിനേ കഴിയും. നിങ്ങൾക്ക് ഏറ്റവും വിരോധമായ വ്യക്തി പോലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. നിങ്ങളെ ഇല്ലാതെയാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന വ്യക്തി നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു വളമായി മാറും. നിങ്ങളെ ഒരു കൂട്ടുവേലക്കാരനായി, നിങ്ങളുടെ ഒപ്പം കർത്താവിൻ്റെ ഒരു കൂട്ടുവേലക്കാരനായി നിങ്ങളോടൊപ്പം അവർ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പദ്ധതിയിട്ടവർ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരായി മാറും. നിങ്ങളെ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞവർ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരനുഗ്രഹമായി മാറും. നിങ്ങളോട് വിരോധമുണ്ടായവർ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായി മാറും. സുവിശേഷത്തിന് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ. സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. പിൽക്കാലത്ത് പൗലോസ് അത് എടുത്തു പറഞ്ഞു.
ശൗലിന് ദൈവം ആടിമുടി മാറ്റിക്കളഞ്ഞു. ദമസ്കോസിൽ നിന്നാണ് ഒരുവൻ എഴുന്നേറ്റ് വന്നതെന്ന് മറക്കരുത്. അവൻ നേരത്തെ നിഷ്ഠൂരനായിരുന്നു, അവൻ ഉപദ്രവിയായിരുന്നു, അവൻ ദൂഷകനായിരുന്നു. ഇന്ന് സഭയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ളവനായി മാറി. അപ്പോൾ നമ്മൾ പറയരുത് സഭയ്ക്ക് ഏറ്റവും ദോഷമുള്ളവർ ഇല്ലാതെയാകട്ടെ, സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവൻ്റെ മക്കൾ മുടിഞ്ഞു പോകട്ടെ എന്നുള്ള സങ്കീർത്തനത്തിലെ വാക്കുകളൊന്നും പറഞ്ഞവരെ ശപിക്കരുത്. പുതിയ നിയമത്തിൽ ഉപദ്രവിക്കുന്നവരെ പോലും ശപിക്കാതെ അനുഗ്രഹിപ്പിൻ എന്നാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദോഷം ചെയ്യുന്നവർ നാളെ നമ്മുടെ ഏറ്റവും വലിയ ഉപകാരികളാകുമെന്നുള്ള ഒരു വെളിപ്പാട് ഇന്ന് ഓരോ വ്യക്തികളും കാണണം. ഇന്ന് നമ്മളെ കണ്ട് ചിരിക്കുന്നവരെ പോലും നമുക്കധികം വിശ്വസിക്കാൻ കഴിയില്ല. നാളെ അവർ നമുക്ക് വലിയ ശത്രുക്കളാകാം. എന്നാൽ ഇന്ന് ശത്രുക്കളായിട്ടുള്ളവർ നാളെ നമ്മുടെ മിത്രങ്ങളാകും. അതുകൊണ്ട് നമ്മൾ കാഴ്ചയാൽ ഒന്നിനെയും വിധിക്കരുത്. കാഴ്ചയാൽ ഒന്നിനെയും നമ്മൾ വിധിച്ച് കണക്ക് കൂട്ടരുത്. കാരണം ഉപ്പ് പോലും പഞ്ചസാരയുടെ നിറം തന്നെയാണ്, വെളുത്ത നിറം. ഉപ്പിൻ്റെ നിറവും പഞ്ചസാരയുടെ നിറവും ഒരുപോലെയാണ്. കാണുന്നതെല്ലാം പഞ്ചസാരയല്ല. അപ്പോൾ എന്നതുപോലെ പുറമേ കാണുന്നതല്ല, കർത്താവ് എങ്ങനെ കാണുന്നു അതാണ് ഒരു വ്യക്തിയുടെ ജീവിതാവസ്ഥ. കർത്താവ് കാണുന്നത് പോലെ കാണുന്ന ഒരു കണ്ണ് വേണം. അനന്യാസ് പറയുകയും ചെയ്തു, കർത്താവേ, ഇദ്ദേഹം ഈ സഭയ്ക്ക് വലിയ ദ്രോഹം ചെയ്യാൻ വന്നവനാണ്. കർത്താവ് പറഞ്ഞു, നീ പോയി അവനെ കൈവച്ച് സൗഖ്യമാക്കുക. അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കാനുള്ളവൻ. അവനെ ഞാൻ ജാതികൾക്ക് പ്രകാശമാക്കിയിട്ടിരിക്കുകയാണ്. അവനെ ഞാൻ രാജാക്കന്മാരുടെ മുൻപിലൊക്കെ നിർത്തും. അപ്പൊ കർത്താവ് കാണുന്നത് പോലെ കാണുന്ന ഒരു ആത്മകണ്ണില്ലെങ്കിൽ നാം മറ്റുള്ളവരെ ഒത്തിരി തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഇന്ന് കാണുന്ന വലിയ ബന്ധങ്ങൾ എന്നും നിലനിൽക്കോ എനിക്ക് ഉറപ്പില്ല. എൻ്റെ 30-ാമത്തെ വയസ്സിലുണ്ടായ ബന്ധങ്ങൾ പലതും ഇന്ന് എനിക്കില്ല. ജീവിതത്തിൻ്റെ അവസാനം വരെ ചങ്കായിട്ടിരിക്കുമെന്ന് പറഞ്ഞ വ്യക്തികൾ, ഉടമ്പടി ചെയ്തവർ ഇന്ന് കണ്ടാൽ പോലും മിണ്ടാറില്ല. അതൊക്കെയാണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസുകൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസും ജ്ഞാനവും ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ മൂല്യമുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. അനുഭവങ്ങൾ, ഓരോരോ അനുഭവങ്ങൾ പലതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം വയോധികന്മാർ, നിന്റെ വചനം ഞാൻ അഭ്യസിച്ചാൽ ധ്യാനിക്കുന്നത് കൊണ്ട് വയോധികന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാകുന്നു. അപ്പോൾ വയോധികന്മാർ ശ്രേഷ്ഠരാണ്, കാരണം അവർക്ക് അനുഭവ സമ്പത്തുണ്ട്. അനുഭവ സമ്പത്തുള്ളവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്തവരാണ്. അപ്പം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനകളും അതിൽ നിന്ന് പുറത്തു വന്ന് ജ്ഞാനവും അനുഭവ സമ്പത്തും വെച്ച് നിങ്ങൾ ഒത്തിരി പേരെ പണിതെടുക്കും. അപ്പോൾ അനുഭവ സമ്പത്തും ജ്ഞാനവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. ചില നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ അനേകരുടെ ചോദ്യത്തിന് ഒരു അത്ഭുത മറുപടിയായിരിക്കും. ശലോമോന്റെ അടുക്കൽ വന്ന ശേബാരാജ്ഞി ചോദിച്ചതിനൊക്കെ ശലോമോൻ സമാധാനം പറഞ്ഞു. സമാധാനം പറയാൻ കഴിയാത്ത ഒന്നും ശലോമോന്റെ കയ്യിലില്ലായിരുന്നു. എല്ലാ കാര്യത്തിനും മറുപടിയുണ്ട്. ദൈവിക ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവിക അനുഭവ സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിനും മറുപടികൾ പറയാനുള്ള പ്രാപ്തിയുള്ളവരായി മാറും. ഒരു നല്ല കുടുംബസ്ഥനാണോ, ഒരു കുടുംബം നയിക്കാനുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിയും എല്ലാ നിലയിലും. അതുകൊണ്ടാണ് സ്വന്തം കുടുംബത്തെ നന്നായിട്ട് ഭരിക്കാത്തവൻ സഭയെ എങ്ങനെ ഭരിക്കും എന്ന ചോദ്യം 1 തിമോത്തി 3 പൗലോസ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക, പരാജയപ്പെടുക, അതിൽ നിന്ന് എഴുന്നേൽക്കുക, വീണ്ടും ചെയ്യുക, പരാജയപ്പെടുക. അങ്ങനെയാണ് ഇന്ന് വിജയിച്ച എല്ലാ വ്യക്തികളും വിജയം കൈവരിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ പരാജയ എക്സ്പീരിയൻസാണ്, ഓരോ അബദ്ധങ്ങളും എക്സ്പീരിയൻസാണ്. അതുകൊണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട്, തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും, അല്ലെങ്കിൽ വിവേചിക്കും, ഇത് തിളച്ചതാണോ
കാരണം തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച. നമ്മളെല്ലാം ഒന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചയാണ്. അബദ്ധങ്ങൾ ഒത്തിരി പറ്റിയവരാണ്. അതുകൊണ്ട് ഇനി പച്ചവെള്ളം കണ്ടാലും നമുക്ക് വിവേചിക്കാൻ അറിയാം. ഇനി തിളച്ചതാണോ പച്ചയാണോ, ആവി പറക്കുന്നുണ്ടോ, അതിനകത്തുനിന്ന് ആവി പൊങ്ങുന്നുണ്ടോ, എന്തെങ്കിലും അതിനകത്ത് കിടന്ന് മറിയുന്നുണ്ടോ, തിളച്ചു മറിയുന്നുണ്ടോ, നമുക്ക് സൂക്ഷ്മതയോടെ ഇപ്പോൾ വെള്ളത്തെ നോക്കാൻ അറിയാം. നേരത്തെ ഒന്നും നോക്കിയില്ല, എടുത്ത് ചാടിയതാണ്. ഞങ്ങളൊരിക്കൽ കുറച്ച് ചർച്ചിൽ നിന്ന് ടൂറ് പോയിട്ട് അതൊരു മലമ്പ്രദേശത്താണ് പോയത്. അപ്പോൾ ഒരു ഡാം, ഒരു കുളം കണ്ടു. എനിക്ക് തോന്നുന്നു വാഗമണിലെ മൊട്ടക്കുന്നിലാണ്. തമിഴ്നാട്ടുകാരനായ ഒരാൾ അതിനകത്തുണ്ടായിരുന്നു. പുള്ളി ഒന്നും നോക്കിയില്ല. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ കൂടി പുള്ളി ആ കുളത്തിലോട്ട് ചാടി. എങ്ങനെ മുകളിൽ കൂടി ഓടി വന്ന് കുളത്തിൻ്റെ നടുക്ക്. ആ കുളത്തിൽ ആഴം ഉണ്ടായില്ല, മുകളിൽ വെള്ളമുണ്ട്, മുളയിൽ നോക്കിയാൽ നിറയെ വെള്ളമുണ്ട്, പക്ഷെ അതിന് ആഴമില്ലായിരുന്നു. അങ്ങേരുടെ നടുപോയി ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഇടിച്ചു. അങ്ങനെയുള്ള തമാശകൾ രണ്ടാമത് അങ്ങേര് ചാടുവോ? ഇല്ല. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കും. ഇനി ഒരൊറ്റ കുളം കണ്ടാലും ഈ മനുഷ്യൻ അങ്ങനെ ചാടൂല. എടുത്തിയാട്ടം എന്ന് പറയില്ലേ, എടുത്തിയാട്ടം, അതായത് ഒന്നും ആലോചിക്കാതെ എടുത്തിയാടുക. അതിനൊരു നല്ല ഉദാഹരണം ഞാൻ ഓർത്തിട്ട് ഇതാണ്. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കഥകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പഠിപ്പിക്കുന്നത്, എടുത്തിയാടുന്നവർക്ക് പക്വതയുണ്ടാകും. അബദ്ധങ്ങൾ പറ്റി ജീവിതത്തിൽ പഠിച്ചെടുക്കുകയാണ്, പക്വതയുള്ളവരാകുകയാണ്. അപ്പം അതുപോലെ ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന മിത്രങ്ങൾ നാളെ ശത്രുവാകാം. എന്നാൽ ഇന്ന് നമുക്കുള്ള എല്ലാ ശത്രുക്കളും നാളെ മിത്രങ്ങളാകാം. അതുകൊണ്ട് നമ്മൾ ആരെയും മുൻവിധിയോടെ കാണരുത്, അവരെക്കെതിരെയും പ്രാർത്ഥിക്കേണ്ട. ഇതാണ് ശൗലിൻ്റെ ചരിത്രം. ദമസ്കോസ് സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്ന ഒരു മനുഷ്യൻ. ദമസ്കോസ് സഭയുടെ വളർച്ചയ്ക്ക് അനന്യാസിനേക്കാൾ ഫലമുള്ളവനായി തീർന്ന മനുഷ്യൻ. പിന്നത്തേതിൽ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത വ്യക്തിയായി മാറി. 21-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് പൗലോസിനെ കൂടാതെ, അദ്ദേഹത്തിൻ്റെ ലേഖനമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയും. എല്ലാ കാലഘട്ടത്തെയും മാറ്റിമറിക്കാൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിന് ശക്തിയുണ്ടായി. AD 1600-ൽ 600-ാം ആണ്ടിലൊക്കെ മാർട്ടിൻ ലൂതറിൻ്റെ ആ കാലത്ത് റോമാലേഖനം വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ നീതീകരണം, കർമ്മങ്ങളല്ല എന്ന ചിന്ത മാർട്ടിൻ ലൂതറിന് കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ ലേഖനമാണ്. അപ്പോൾ എല്ലാ ഉണർവിൻ്റെയും, ഇന്ന് കാണുന്ന എല്ലാ ഉണർവിൻ്റെയും പുറകിലെ ഒരു വ്യക്തിയായിട്ട് ശൗൽ എന്ന മനുഷ്യൻ വളർന്ന് പൗലോസ് എന്ന അപ്പോസ്തലനായി മാറി. അപ്പോൾ നമ്മൾ ആരെയും വിധിക്കരുത്. നമ്മുടെ മുൻവിധികളെല്ലാം കളഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന വ്യക്തികളെ നാളത്തെ ദൈവസഭയുടെ തൂണുകളായി കണ്ടുകൊണ്ട് നമുക്കവർക്ക് ബഹുമാനം കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് സുവിശേഷം അറിയിക്കുകയും അവരെ കരുതുകയും ചെയ്താൽ നാളെ ഇവർ നമ്മേക്കാൾ മികച്ചവരായി ഈ കാലഘട്ടത്തിൻ്റെ ഉണർവ് കേന്ദ്രങ്ങളായി അവർ മാറും. ദൈവസഭയ്ക്ക് ഏറ്റവും സമ്പത്തായി, അസറ്റായി അവർ തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വ്യക്തികൾക്കും ഈ സന്ദേശത്തിൽ നിന്ന് ഏറ്റവും മൂല്യമുള്ളത് ഉൾക്കൊള്ളാനും ബലപ്പെടാനും കൃപ കൊടുക്കണം. പരാജയങ്ങളെ പരാജയപ്പെടുത്തുന്നവരും അബദ്ധങ്ങളിൽ നിന്ന് അനുഭവ സമ്പത്തുണ്ടാക്കി ജീവിതം ഉയർച്ചകൾ കൈവരിക്കുന്നവരുമായി ഓരോ വ്യക്തികളും തീരട്ടെ. രോഗങ്ങളെ അവർ അതിജീവിക്കട്ടെ, പാപ സ്വഭാവങ്ങളെ അതിജീവിക്കട്ടെ, ശാപത്തെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളിലൂടെ ശൂന്യമാക്കി കളയട്ടെ, ഇല്ലായ്മ ചെയ്യട്ടെ. അത്തിയെ വേരോടെ ഉണക്കിയതുപോലെ അനാവശ്യമായിട്ടുള്ളതിനെ എല്ലാം ഉണക്കി ആവശ്യമുള്ളതിനെ ആത്മാവിൽ വളർത്തിയെടുക്കുന്ന സ്വർഗീയ ജ്ഞാനമുള്ളവരായി ഓരോരുത്തരും തീരട്ടെ.
കേൾക്കുന്നവർ സൗഖ്യം യേശുവിലൂടെ പ്രാപിക്കട്ടെ. കേൾക്കുന്നവർ സമൃദ്ധി യേശുവിൻ്റെ വചനത്തിലൂടെ പ്രാപിക്കട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ ഒടുവിലത്തെ മണിക്കൂറുകൾ അത്ഭുതങ്ങളായി മാറട്ടെ. അവരുടെ വഴികൾ തുറക്കട്ടെ. വരുന്ന 3 മാസത്തേക്ക് വേണ്ട, 90 ദിവസത്തേക്ക് വേണ്ട ഒരു പ്രോഗ്രാം ഇവരുണ്ടാക്കിയെടുക്കട്ടെ. വലിയ പദ്ധതികൾ ഉണ്ടാകട്ടെ. ശൗലിനെ പൗലോസാക്കിയ കർത്താവിൻ്റെ കരം ഈ മക്കളോട് കൂടി ഇരിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഈ വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യവും അനുഗ്രഹവുമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ അനേകർക്കത് ഉപകാരമാകട്ടെ. അനേക ദൈവവേലക്കാർക്കത് കൊടുക്കുക. മാത്രമല്ല, നിങ്ങളുടെ കൈത്താങ്ങലുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാളെ ഈ മാസത്തിൻ്റെ സമാപന ദിവസമായ നാളെയും നമുക്ക് രാവിലെ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു. ഉயிருള്ള வாழ்நாளெல்லாம் உம்மை நேசிப்பே, உம்மை வாஞ்சிப்பே. உயிருள்ள வாழ்நாளெல்லாம் உம்மை நேசிப்பே, உம்மை வாஞ்சிப்பே. இயேசுவே, எந்த இயேசுவே, உம்மை நேசிப்பே, உம்மை வாஞ்சிப்பே. இயேசுவே, எந்த இயேசுவே, உம்மை நேசிப்பே, உம்மை வாஞ்சிப்பே. உயிருள்ள வாழ்நாளெல்லாம் உம்மை நேசிப்பே, உம்மை வாஞ்சிப்பே. உயிருள்ள வாழ்நாளெல்லாம் உம்மை நேசிப்பே, உம்மை வாஞ்சிப்பே. இயேசுவே, இயேசுவே, எந்த இயேசுவே, உம்மை நேசிப்பே, உம்மை வாஞ்சிப்பே. இயேசுவே, எந்த இயேசுவே, உம்மை நேசிப்பே, உம்மை வாஞ்சிப்பே. ஹல்லேலூயா, சேவிப்பே, ஆராதிப்பே. உயிருள்ள வாழ்நாளெல்லாம் உம்மை சேவிப்பே, ஆராதிப்பே. உயிருள்ள வாழ்நாளெல்லாம் உம்மை சேவிப்பே,
സേവിപ്പേ. അതേ കർത്താവ്, ആരാധിപ്പേ. ഉയരുള്ള വാഴ്നാൾ ഉമ്മെ സേവിപ്പേ. ആരാധിപ്പേ. ഉയരുള്ള വാഴ്നാൾ ഉമ്മെ നേസിപ്പേ. ഉമ്മെ നേസിപ്പേ. ഉമ്മെ വാഞ്ചിപ്പേ. അതേ കർത്താവ്, ഉയരുള്ള വാഴ്നാൾ ഉമ്മെ നേസിപ്പേ.